ഇന്നത്തെ വിഷയം കാസർഗോഡിൻ്റെ സമഗ്ര വികസനം, കാഴ്ചപ്പാടുകളും പദ്ധതികളും. ഇതൊരു ചെറിയ സംഭവമല്ല. എങ്ങനെ ഇത് തുടങ്ങി ഇതെങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണ് വികസനം? നമ്മുടെ ജില്ലക്ക് അതിലെത്രത്തോളം മുന്നേറാൻ പറ്റിയെന്ന് നമ്മുടെ MLA സാറ് വളരെ സ്പെസിഫിക് ആയിട്ട് വസ്തുനിഷ്ഠപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ വികസനത്തിന് ചില നിർവചനങ്ങളൊക്കെ ഉണ്ട്. ഈ നിർവചനം ഇപ്പം ഇങ്ങനെ മാറി 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 വരികയാണ്. ഇപ്പൊ അത് അവസാനം എത്തി നിൽക്കുന്നത് സന്തോഷത്തിലാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ്. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം സന്തോഷിക്കുന്നു എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ചില രാജ്യങ്ങളുടെ ഒക്കെ പേരുകൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്ന രാജ്യം എന്നതാണ്. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്ന ഒരു സംസ്ഥാനം അത് നമ്മുടെ കേരളം തന്നെയായിരിക്കും. മറ്റുള്ള നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യാൻ വേണ്ടി, താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ കേരളം വളർന്നിട്ടുണ്ട്. നമ്മളത് കമ്പയർ ചെയ്യുന്നത് ചില രാജ്യങ്ങളുമായിട്ടാണ് കേരളത്തിൻ്റെ വികസനം. അതേസമയം കേരളത്തിലെ 14ാമത്തെ ജില്ല നമ്മുടെ കാസർഗോഡ്. നമ്മൾക്കിപ്പോൾ 41 വയസ്സായി. 1984 മെയ് 24 നമ്മുടെ ജില്ല ഒരു ഗവൺമെൻറ് ഉത്തരവുണ്ട് 520 എന്നുള്ള 520/84 RD എന്നുള്ളൊരു സർക്കാർ ഉത്തരവ്. ആ ഉത്തരവിലാണ് നമ്മുടെ ജില്ല രൂപീകരിക്കുന്നത്. പിന്നൊന്ന്, ഈ പിന്നോക്ക ജില്ല എന്നുള്ള ആ പേര് നമുക്കിനി തൽക്കാലം മാറ്റിവെച്ചൂടെ? അതൊരു ചർച്ച നടക്കേണ്ട ഒരു വിഷയമാണ്. എന്തു പറയുമ്പോഴും നമ്മൾ സ്ഥിരമായി ക്ലീശയായിട്ട് ഉപയോഗിക്കുന്ന 2-3 വാക്കുകളുണ്ട്. അതിലൊന്നാണ് കാസർഗോഡ് പിന്നോക്ക ജില്ല എന്നുള്ളത്. ചില മേഖലകളിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലോണം മുന്നേറാൻ ബാക്കിയുണ്ട് എങ്കിലും കുറേ മേഖലകളിൽ നമുക്ക് നമ്മുടെ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പത്തിനോ ചില 1-2 പടി മുന്നിലോ നിൽക്കുന്ന ചില മേഖലകളും നമ്മുടെ ജില്ലക്കുണ്ട്. അപ്പോൾ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇത് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ, അതുകൊണ്ട് ഈ വിഷയം വളരെ സമഗ്രമാണ്. സമഗ്ര വികസനം കാഴ്ചപ്പാടുകൾ മാത്രമല്ല, പദ്ധതികളും അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ രഹസ്യ ചർച്ച എന്നാണ് ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു പരസ്യ ചർച്ച ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എപ്പോഴും ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ട് ഇടക്കിടക്ക് മാറും എന്നുള്ളത് അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ചട്ടക്കൂടിൽ നിർത്തി ഇത് മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് വളരെ എല്ലാ മേഖലയും സ്പർശിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഓരോ മേഖലയിലെയും വളരെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള, വളരെ എണ്ണി പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് ഈ വിഷയാവതരണം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ പ്രഗത്ഭനായ ഡോക്ടർ VPP മുസ്തഫ മറ്റുള്ള ആൾക്കാരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്.
പിന്നെ നേരത്തെ ലെൻസ്ബെഡ് അധ്യക്ഷൻ ചെയർമാൻ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജി മാത്യു പറഞ്ഞൊരു വിഷയമുണ്ട്. ജില്ലയുടെ ഒരു സമഗ്ര വികസനം സംബന്ധിച്ച ഒരു രേഖ ലെൻസ്ബെഡ് തയ്യാറാക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണത്. നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഇനി മുന്നേറാനുണ്ട് എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ട് അത് നമ്മുടെ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം നടക്കേണ്ട ഒരു ചർച്ച തന്നെയാണത്. അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ പ്രാഥമിക മേഖലയെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുക. കൃഷി തന്നെയാണ് നമ്മുടെ പ്രാഥമിക മേഖലയിൽ പ്രമുഖമായിട്ടുള്ളത്. 131 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നമുക്കുണ്ട്. അത് ഞാൻ ഓരോ മേഖലയുടെയും സ്ട്രെങ്ത് എന്താണെന്ന് പറയാം, ശക്തി എന്താണെന്നുള്ളത്. നമ്മുടെ കൃഷിയുടെ മേഖലയുടെ കാർഷിക മേഖലയുടെ ശക്തി ഈ ഭൂമിയുടെ അവൈലബിലിറ്റി തന്നെയാണ്. 131 ഹെക്ടർ സ്ഥലം നമുക്ക് കൃഷി ചെയ്യാനുണ്ട്. വേറെ മറ്റുള്ള ജില്ലക്ക് ഇല്ലാത്ത വലിയൊരു അനുഗ്രഹം നമുക്കുണ്ട്. 4 റിസർച്ച് സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ വേറെ ഒരു ജില്ലക്കുമില്ല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ കാസർഗോഡിലെ ഈ 4 പേര് പറയുകയാണെങ്കിൽ അറിയാം. CPCRI, നമ്മുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നക്കാട്, RIRS പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം, 4ാമതൊന്നും കൂടി ഉണ്ട്. അതങ്ങ് മഞ്ചേശ്വരത്തുള്ള എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻ്ററാണ്. അവിടെയും റിസർച്ച് നടത്തുന്നുണ്ട്. ഇത് വലിയൊരു സ്ട്രെങ്ത് ആണ്, നമുക്ക് വലിയൊരു ശക്തിയാണ്. ഇത്തരം ശക്തി നമുക്കുണ്ടായിട്ടും വീക്ക്നെസ് ആണ്, ദൗർബല്യമാണ്, ദുർബലതയാണ് ഈ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം കൃഷിയുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നെൽകൃഷി ഏകദേശം 12,000 ഹെക്ടർ ഉണ്ടായിരുന്ന നെൽകൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ചിട്ട് 3000 ചില്ലറേ ഉള്ളൂ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവില്ല നെൽകൃഷിയുടെ കേസിൽ. തെങ്ങിന്റെ കേസിൽ 1,14,00,000 തെങ്ങുകൾ നമ്മുടെ ജില്ലയിലുണ്ടെന്നാണ് കണക്ക്. അതിൻ്റെ ഉൽപാദനക്ഷമതയും എത്രത്തോളം അത് കൂടുന്നുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ അത് നിരാശ തന്നെയായിരിക്കും ഫലം. കൃഷി ഇപ്പോഴാരും ഉപജീവന മാർഗമായി എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സാധാരണ പറയാത്ത ഒരു വിഷയം നമ്മളെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അതൊരു വീടാണ്, ഒരു കളയാണ്. നമ്മുടെ ഈ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ കാർന്നു തിന്നുന്ന വിഡേലിയ എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ പൂവുള്ള ഒരു ചെടിയാണത്. അത് നമ്മളെ കൃഷിനെ ചെറിയ രീതിയിലൊന്നുമല്ല ദോഷകരമായിട്ട് ബാധിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാവുന്ന ചില വീക്ക്നെസ്സസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഈ വീക്ക്നെസ് മറികടക്കണമെങ്കിൽ കൃഷിയോടുള്ള നമ്മളെ സമീപനം മാറണം, കൃഷി ലാഭകരമാവണം. ആ മേഖലയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിനുവേണ്ടി ധാരാളം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ സാഹചര്യം അത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഒരു കിലോ നെല്ല് കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവും അതിലുള്ള വരുമാനമൊക്കെ നോക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരിക. വാല്യൂ അഡീഷൻ എന്ന വലിയ മൂല്യവർദ്ധനം, ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോവാതെ കൃഷി മുന്നോട്ട് പോവില്ല. വളരെ പ്രൊഫഷണലായ അപ്രോച്ച്, പാടശേഖര സമിതികളും വിവിധ കൃഷി കൂട്ടായ്മകളൊക്കെ നമ്മുടെ ജില്ലയിലുണ്ട്. അതൊക്കെ ആധുനികവൽക്കരിക്കാതെ, പ്രൊഫഷണലൈസ് ചെയ്യാതെ നമുക്ക് കൃഷിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ വിശദമായി സംസാരിച്ചാൽ അടുത്ത കാലത്തൊന്നും തീരുമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിലിപ്പോൾ പദ്ധതികളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ 1-2 പദ്ധതികൾ മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല. കൃഷിയിൽ തോന്നുന്ന ഒരു പദ്ധതി നമ്മുടെ മാർക്കറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുകയാണെങ്കിൽ എന്തായാലും ആൾക്കാർ കൃഷിയിലേക്ക് വരും.
അതിന് ജില്ലയിൽ ഒരു അഗ്രികൾച്ചർ ഹോൾസെയിൽ മാർക്കറ്റ് അത് മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പച്ചക്കറിയുടെ 80% പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. മംഗലാപുരത്തുനിന്ന് ആണ് അതിൽ ഭൂരിഭാഗവും വരുന്നത്, ഈ കർണാടകത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? മംഗലാപുരത്തെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കർണാടകത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മംഗലാപുരത്തോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള മാർക്കറ്റിൽ കൊണ്ടുവരുന്നു. അത് അവിടുന്ന് കളക്ട് ചെയ്തൊരു വാഹനത്തിൽ കയറ്റുന്നു. ആ വാഹനത്തിൽ കയറ്റിയ സാധനം ഇവിടെ വീണ്ടും കൊണ്ടുവന്ന് ഇറക്കുന്നു. അതിന് പകരം കർഷകരിൽ നിന്ന് ലഭിക്കുന്ന ആ ഉൽപ്പന്നങ്ങൾ നേരിട്ട് നമ്മുടെ ജില്ലയിൽ എത്തിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അഗ്രികൾച്ചർ ഹോൾസെയിൽ മാർക്കറ്റ് അത് നമ്മുടെ ജില്ലയുടെ ഹൃദയഭാഗത്ത് എവിടെയെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൃഷിയുടെ മേഖലയിൽ ഒരു മുന്നേറ്റത്തിന് സാധ്യമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പിന്നെ രണ്ടാമത് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായുള്ള വലിയ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് ഹൈ വാല്യൂ ക്രോപ്സ്, പുതിയ ആധുനിക ക്രോപ്പുകൾ, ആധുനികമായ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഒരു പ്രോത്സാഹനം ഉണ്ടാവുകയാണെങ്കിലും ഈ മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാവുന്നുള്ളതാണ്. മൃഗസംരക്ഷണ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഏറ്റവും വലിയ സ്ട്രെങ്ത് ഭൂമി ലഭ്യത തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ മൃഗസംരക്ഷണത്തിന് കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം നമ്മൾക്കുണ്ട്. ട്രെയിനിങ് നടത്താനുള്ള അത്യാവശ്യം സ്ഥാപനങ്ങൾ നമ്മൾക്കുണ്ട്. സർക്കാർ സംവിധാനം അത് നല്ല രീതിയിൽ തന്നെയുണ്ട്. പക്ഷേ അതേസമയത്ത് നമുക്കുള്ള വേറൊരു വലിയൊരു സ്ട്രെങ്ത് കാസർഗോഡ് കുള്ളൻ പശുവാണ്. ഇപ്പോൾ തെലങ്കാനയിലെ പുങ്കാനൂർ എന്ന് പറഞ്ഞ ഒരു ഇനം പശുവുണ്ട്. ആ ഒരു ജില്ല മുഴുവൻ ആ ഒറ്റ പശുവിൻ്റെ ഉൽപാദനം, ആ പശുവിൻ്റെ 1,00,000 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു കന്ന് കുട്ടിക്ക് നമുക്ക് കൊടുക്കേണ്ട വില. അത് നമുക്ക് കാസർഗോഡ് കുള്ളനെ ആ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ സ്ട്രെങ്ത് നമുക്ക് ഈ മൃഗസംരക്ഷണ മേഖലയിലുണ്ട്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ മൃഗസംരക്ഷണ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ദുർബലത, വീക്ക്നെസ്, ഫോഡർ കാലിത്തീറ്റയുടെ അഭാവം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞു ഭൂമി ലഭ്യത നല്ലോണം ഉണ്ട് എന്ന് പറയുന്നത് വീക്ക്നെസ് സ്ട്രെങ്ത് ആണ്. അതേസമയത്ത് നമുക്ക് ഫോഡർ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ജില്ലയിൽ ആവശ്യമായ നമ്മുടെ ജില്ലയുടെ ഭൂമി ആ ഭൂമിയുടെ തരത്തിന് കണക്കായ ഫോഡർ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. കൂടുതൽ വെള്ളവും വളവും ആവശ്യമുള്ള കാലിത്തീറ്റ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ചെങ്കൽ മേഖലയിലും ഉപ്പ് ജലത്തിലും കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ വളരുന്ന രീതിയിലുള്ള കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ വീക്ക്നെസ് നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. നല്ല ഫാമുകളില്ല, കിടാരികളില്ല. അപ്പോൾ സർക്കാർ മേഖലയിൽ അതിൻ്റെ ഇടപെടലുകൾ വരുന്നു എന്നുള്ളതാണ്. അടുത്ത മേഖല ഈ പ്രാഥമിക മേഖലയിൽ മത്സ്യമേഖലയാണ്. നമുക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് 70 കിലോമീറ്ററിലധികം നീളമുള്ള കോസ്റ്റൽ ബെൽറ്റ് ഉണ്ട് എന്നുള്ളതാണ്, തീരദേശം ഉണ്ട് എന്നുള്ളതാണ്. 9 നദികളും 3 പുഴകളും അടങ്ങി 12ഓളം നദി എന്ന് വിളിക്കാവുന്ന, പുഴ എന്ന് വിളിക്കാവുന്ന സംവിധാനം നമുക്കുണ്ട് എന്നുള്ളതാണ്. 15 കിലോമീറ്റർ കൂടുതലുള്ളതിനെയാണ് നമ്മൾ നദികൾ 44 നദികളിൽ ആ ഗ്രൂപ്പിൽ പെടണമെങ്കിൽ 15 കിലോമീറ്റർ കൂടുതൽ നീളമാണ്. അങ്ങനെ 9 നദികൾ നമ്മൾക്കുണ്ട്. ചെറുപുഴകൾ 3 ഉണ്ട്. ഇതും മത്സ്യസമ്പത്തിന് ഗുണകരമാവുന്ന ഒരു സംഭവമാണ്. നമ്മുടേതായിട്ടുള്ള കുത്തക ചില സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് മസൽ, അതായത് ഈ കല്ലുമ്മക്കായ കൃഷി എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണെങ്കിൽ ഈ വീക്ക്നെസ് പറയുകയാണെങ്കിൽ ഹാർബറുകളൊന്നും മര്യാദക്ക് പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ജില്ലയിലത്തെ. മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത് ഈ വീക്ക്നെസ് സ്ട്രെങ്ത്തിലൂടെ മറികടക്കാൻ നമുക്ക് പറ്റണം. അതിനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതാണ്.